ഹായ് ഹലോ വെൽക്കം ബാക്ക്. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഞാനൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. നാസ്തൻ്റെ പരിപാടിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയത്. അവരുടെ നാസ്തെല്ലാം കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ഓരോ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പഴങ്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കുന്നത്. ഇന്നലത്തെ ചോറ് ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അത് തികയില്ലെങ്കിൽ ഇന്ന് കുറച്ച് ചോറും കൂടെ രാത്രിക്ക് വെക്കുന്ന ചോറിന് ഇച്ചിരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ആദ്യമൊക്കെ അത് അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മത്തിക്കറി മുളകിട്ടതാണ് കേട്ടോ ആക്കണത്. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മത്തിക്കറിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ നല്ല മുളകെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി വത്തലും കൂടെ ഉണ്ടായിരുന്നു. ആ വത്തൽ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പഴങ്കഞ്ഞിക്ക് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പോഴാണ് എനിക്കെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് രസം. അങ്ങനെ ഒന്നുമില്ലെങ്കിലും തൈരും പച്ചമുളകും ഇതെല്ലാം ആക്കിയിട്ട് കഴിക്കണവരും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറേ ഐറ്റംസ് കഴിക്കണതാണ് ഇഷ്ടം. അപ്പം ഞാനിതാ അതിലേക്കുള്ള ഓരോ ഐറ്റംസും റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഉമ്മ അവിടെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഓരോന്നും കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടാനിൽ പപ്പായ അതുപോലെ കപ്പ ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മറ്റൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിനി. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ഇടയിൽ ചോറായപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റേഷനരി വെക്കുന്നതിനെ കൊണ്ട് തന്നെ ഒരു കൊഴുപ്പാണല്ലോ ഉണ്ടാവുക. അപ്പം അതിൻ്റെ ആ കൊഴുത്ത വെള്ളം ആദ്യം മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഊറ്റിയിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിനി. മീൻകറിക്കുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ റെഡിയാക്കി വെച്ചാണ് കേട്ടോ. പിന്നെ അതാ അവിടെ അടുപ്പൊഴിഞ്ഞ സമയത്ത് ചട്ടിയും കൂടെ അവിടെ വെച്ചിന്. അപ്പം വെളിച്ചെണ്ണയും ഉലുവെല്ലാം ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പരിപാടീസ്, അതായത് അതിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കറി കഴിഞ്ഞാൽ ഇനി പിന്നെ കുറച്ച് വറവാക്കണം, മീൻ പൊരിക്കാൻ അത് ഇത് അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. എന്നോട് എന്തായാലും നഴ്സറി പറഞ്ഞേക്കണം. അപ്പം അത് ഓള് പോകുന്ന വരെ എടുക്കാൻ കഴിയുന്നിടത്തോളം പണികൾ ഞാൻ എല്ലാം ഇങ്ങനെ ഫാസ്റ്റാക്കിയിട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എടുക്കുന്ന പണി നല്ല ഫാസ്റ്റിൽ തന്നെയാണ് എടുക്കണത്. പിന്നെ ഓള് പോയി കഴിഞ്ഞാലും എടുക്കുക. പക്ഷേ അതിന് മുന്നേ തന്നെ ഒരുങ്ങാൻ കഴിയുന്നിടത്തോളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മീൻ ഇതാ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മീനും നന്നാക്കി അവിടെ ക്ലീനാക്കി വെച്ച്. അപ്പം മത്തി നന്നാക്കി കാരണം തന്നെ ഇവിടെ എല്ലാം അതിൻ്റെ അത് തെറിച്ചിട്ടുണ്ടായിനി. അപ്പം അവിടെയൊക്കെ ഒന്ന് ഞാൻ സോപ്പിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. ചിലപ്പം ഉറുമ്പും ഈ ചോണനുറുമ്പെല്ലാം അങ്ങനെ വരും. അപ്പം ഈ ഒരു തലേന്നത്തെ ചോറാണ് കേട്ടോ കഞ്ഞിയാക്കിയിട്ട് എടുക്കുന്നത്. പഴങ്കഞ്ഞി ഉണ്ടാക്കുന്ന തന്നെ തലേന്ന് രാത്രി ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഉണ്ടാവില്ലേ. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ അതാ ഇക്കാൻ്റെ ഉമ്മ അവിടെ പപ്പായ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പപ്പായൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ കുഞ്ഞ് പപ്പായ ഉണ്ടായിനി. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് മാത്രം. ചോറ് നല്ലോണം കഴുകിയിട്ട് 2 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി പിന്നെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് എടുക്കും. ഇപ്പം വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അത് ഒഴിച്ചിട്ട് വെക്കും. അതിൻ്റെ കട്ടിയുള്ള വെള്ളമല്ല, തെളിവെള്ളം ഉണ്ടാവുമല്ലോ അത് ഒഴിച്ചിട്ട് വെക്കും. കറി അവിടെ പതിഞ്ഞ് വന്നപ്പോൾ ഞാനത് അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് ഈ ടൈമിൽ അന്ന അവിടെ ചെറുതായിട്ടൊന്ന് ഉറങ്ങി പോയിന് കേട്ടോ. പിന്നെ ഓളെ പോയിട്ട് ഞാൻ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഓക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ കഞ്ഞിയാണ് അംഗൻവാടി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ കൊടുക്കൽ. അപ്പോൾ ഓക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് രാവിലെ ഉണ്ടാക്കിയ നൂഡിൽസാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പം അത് കൊടുത്ത് കഴിഞ്ഞ് ഓളൊന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. അപ്പോൾ പുറത്ത് ചെറുതായിട്ടൊക്കെ മഴ ഉണ്ട് കേട്ടോ. മക്കളൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണല്ലോ അല്ലേ. രാവിലെ തൊട്ടേ മഴ തന്നെയാണ്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടും. എന്നാലും പെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് തോരുന്ന സമയത്തെ ഓളെ പറഞ്ഞേക്കുള്ളൂ. അങ്ങനെ ഓളെ ഒരുക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ഒരു വിധത്തിൽ ഓളെ പറഞ്ഞതാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റൈലിൽ മുടി കെട്ടാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പം ഓരോ ദിവസം ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മാറ്റി പിടിക്കാമെന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഓളെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലത്തെ മിനി ക്രാബ്സൊക്കെ ഞാൻ ഇതുപോലത്തെ ഇതിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചതാണ്. കുറച്ചും കൂടെ വലുതുള്ളത് സെപ്പറേറ്റ് ആക്കി അങ്ങനെ ആക്കിയിട്ടാണ് വെച്ചത്. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പം ഇവളെ ഒരുക്കി ഉണ്ടാക്കുന്ന ഇടയിൽ അത് തിരയാൻ നിന്നാൽ ഓളെ പണിക്കങ്ങ് പോകും. സ്ലേറ്റ് ഇച്ചിരി വലിപ്പം കൂടിയ കാരണം ബാഗിൽ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് സിബ് കൂട്ടാൻ കഴിയില്ല. എന്നാലും ഇങ്ങനെയാണ് വെക്കൽ. പിന്നെ വലിയ ബാഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓൾക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഇതാകുമ്പോൾ ഒരു പാകല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഓൾ ഒരുക്കിണ്ടാക്കി പറഞ്ഞു വെച്ചതിന് ശേഷം വീണ്ടും കിച്ചണിക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന. ഇനിയിപ്പോൾ ചെയ്യണത് പച്ചമുളക് പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഞാനിതാ പച്ചമുളക് നടുകെ കീറിയിട്ട് വെച്ചിന്. പിന്നെ മല്ലിപ്പൊടിയും കുറച്ചധികം ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു കീറിയ പാകല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഇത് ഫില്ല് ചെയ്തെടുക്കുക. അതായത് ആ പൊടി ഇതിലേക്കിട്ടിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. പിന്നെ അത് അവിടെ കുക്കറിൽ കൂട്ടാനിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കുക്കറിൽ വിസിലടിച്ച് വെച്ചിന്. ഇനിയിപ്പം അതൊന്ന് കടുകിട്ടൊക്കെ ഒന്ന് വറവ് ചെയ്തെടുക്കണം. അപ്പം ആ കൂട്ടാനിൽ പപ്പായ, കപ്പ, പിന്നെ താളും
താളിൻ്റെ തണ്ടും അയലയും ഉണ്ട് കേട്ടോ. അതും കൂടെ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചതാണ്. കട്ട് ചെയ്തപ്പം ഇച്ചിരി പപ്പായ ബാക്കി ഉണ്ടായിരുന്നു, അത് അവിടെ വറവിനും വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ നമുക്ക് എരിവിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണല്ലോ കാന്താരി, അതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം അതും ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പിലിട്ട മാങ്ങ കേട്ടോ, അത് കടയിൽ നിന്ന് ഈ 5 രൂപേൻ്റെ പാക്ക് അതില്ലേ, അങ്ങനെ 2 വാങ്ങിയിട്ട് വന്നതാണ്. ഇതെല്ലാം പഴങ്കഞ്ഞിക്ക് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പച്ചമുളക് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പണി കിട്ടും. അതുകൊണ്ട് പൊരിക്കുന്ന സമയത്ത് അടുത്തുണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പിന്നെ വേറെയുള്ള പണിക്ക് തിരിഞ്ഞു പോയി, പിന്നെ മറന്നുപോയി കേട്ടോ. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത് തന്നെ നിൽക്കുക. പിന്നെ കൂട്ടാനൊക്കെ ഇത് അവിടെ വറവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നന്നാക്കിയിട്ട് തന്നെ ഉടച്ചെടുക്കും ചെയ്യാണ്. ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് നല്ല ദിക്ക് കോഴിമുട്ട കൂടിയും പൊരിച്ചെടുക്കണം. പിന്നെ ഫോണ് ഓഫായി പോയിട്ടോ. പിന്നെ ഫോണിൽ ചാർജ് ആയതിനു ശേഷമാണ് അടുത്ത വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ കുളി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ഞാനെന്താ പുറത്ത് സിറ്റൗട്ടിൽ കുറച്ച് സമയം വന്നിട്ട് ഇരുന്നിനി. അപ്പോൾ ചെറുതായിട്ടെല്ലാം മഴ ഉണ്ടായിനി. അതെല്ലാം കുറച്ച് സമയം നോക്കിയിരുന്ന് കഴിഞ്ഞ് പിന്നെ അതാ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിക്ക് വന്നിനി. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെക്കുന്നതാണ്. ഇതിൽ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നതൊക്കെ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം മിസ്സായി പോയിട്ടോ. ഇതാണ് ആ ഉള്ളി ചമ്മന്തി. അപ്പം ഇഞ്ചി കുത്തിയില്ലേ, നമ്മൾ ഇഞ്ചിയും ഇതെല്ലാം കുത്തുന്ന ആ ഒരു ഇതിൽ കുത്തിയിട്ട് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി, അടിപൊളിയാണ് കേട്ടോ. പിന്നെ സാധാരണ ഞാൻ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഈ ഒരു ചമ്മന്തി ആക്കലുണ്ട്. ഇന്ന് ഞാൻ പച്ച വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതാ പഴങ്കഞ്ഞിക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ കഴിക്കണതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഐറ്റംസ് തന്നെ വേറെ തന്നെ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ ഏട്ടൻ്റെ നാട്ടിലുണ്ട്. ഓർക്കുള്ള നാട്ടിൽ വരുന്ന സമയത്തല്ലേ ഇങ്ങനത്തെ എല്ലാം ഒന്ന് ട്രൈ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പഴങ്കഞ്ഞി തന്നെ ഞങ്ങൾ പ്ലാൻ ആക്കാൻ കാരണം. പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഒരു അതിഥിയും കൂടി ഉണ്ടായിനി. അത് അനിയൻ്റെ ഫ്രണ്ടേനും. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ ട്രൈ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വീഡിയോ ഇവിടെ ഇപ്പം തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.